ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. 15ാമത് G20 ഉച്ചകോടി നാളെയും മറ്റന്നാളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കുറഞ്ഞ ചെലവിൽ പ്രാഥമികാരോഗ്യ ചികിത്സ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രങ്ങൾ രാജ്യത്ത് 50,000 കടന്നു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.6%. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 8.54% കുറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വിവിധ സ്ഥലങ്ങളിൽ പുരോഗമിക്കുന്നു. ISL ഫുട്ബോൾ 7ാം സീസണ് ഇന്ന് ഗോവയിൽ തുടക്കം. രാത്രി 7:30-ന് കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാനും തമ്മിൽ ഉദ്ഘാടന മത്സരം. വാർത്തകൾ വിശദമായി. 15ാമത് G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സൌദി അറേബ്യ അധ്യക്ഷം വഹിക്കുന്ന ഉച്ചകോടി ശനി ഞായർ ദിവസങ്ങളിൽ വെർച്വൽ സാങ്കേതിക വിദ്യയിലൂടെയാണ് സംഘടിപ്പിക്കുന്നത്. സൌദി രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. 21ാം നൂറ്റാണ്ടിന്റെ അവസരങ്ങൾ എല്ലാവർക്കും സാധ്യമാക്കുമ്പോൾ എന്നതാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രമേയം. 2020-ൽ G20 നേതാക്കൾ ഇത് 2ാം തവണയാണ് സമ്മേളിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ അറിയിച്ചു. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനായി സ്വീകരിച്ച തയ്യാറെടുപ്പുകൾ, തൊഴിലവസരങ്ങൾ പുനഃസൃഷ്ടിക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ തുടങ്ങിയവ ലോക നേതാക്കൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തുടനീളം 50,000-ലേറെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ സൌഖ്യ കേന്ദ്രങ്ങൾ സജ്ജമായി. രാജ്യത്തെ 25 കോടിയിലേറെ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രാഥമികാരോഗ്യ ചികിത്സാ സൌകര്യങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കാനായിട്ടുണ്ട്. ജനങ്ങൾക്ക് തങ്ങളുടെ വീടിന് സമീപത്ത് പ്രാഥമികാരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി 2018-ൽ തുടക്കമിട്ട പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. 2022-ഓടെ രാജ്യത്തുടനീളം 1.5 ലക്ഷം ആരോഗ്യ സൌഖ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ തുടർന്നും സഹകരിക്കാൻ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ധാരണ. എല്ലാവിധത്തിലുള്ള തീവ്രവാദത്തെയും ശക്തമായി അപലപിക്കുന്നതായും രാഷ്ട്രങ്ങൾ. വിശദവിവരങ്ങളുമായി കരോൾ എബ്രഹാം. അതിർത്തി കടന്നുള്ള ആക്രമണമടക്കമുള്ള എല്ലാത്തരം ഭീകരപ്രവർത്തനങ്ങളെയും ശക്തമായി അപലപിക്കുന്നതായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യക്തമാക്കി. 12ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഭീകരവാദ വിരുദ്ധ സംഭാഷണം ഇന്നലെ വെർച്വൽ രീതിയിൽ നടന്നിരുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപ്രധാന സഹകരണ രംഗത്തെ പ്രധാന വിഷയങ്ങളിലെ പ്രവർത്തനം അടക്കമുള്ളവ യോഗത്തിൽ ചർച്ചയായി. യൂറോപ്യൻ യൂണിയൻ അംഗരാഷ്ട്രങ്ങളിൽ അടുത്തിടെയുണ്ടായ ഭീകരവാദ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. ആക്രമണങ്ങളിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനവും രേഖപ്പെടുത്തി. മുംബൈ, പത്താൻകോട്ട്, പുൽവാമ ഭീകരാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച യൂറോപ്യൻ യൂണിയൻ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിനും ജനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും ഇരുവിഭാഗവും വ്യക്തമാക്കി. ഹിംസാത്മക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഇരുവിഭാഗവും അഭിപ്രായപ്പെട്ടു. തങ്ങൾക്ക് കീഴിലുള്ള ഭൂപ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വിലയിരുത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 45,882 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 90 ലക്ഷം കടന്നു. 584 മരണങ്ങളാണ് ഇന്നലെ കോവിഡ് മൂലമുണ്ടായത്. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 93.60%. ആകെ 84 ലക്ഷത്തിലധികം പേർ രോഗമുക്തരായി. നിലവിൽ 4,43,794 പേരാണ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ ഏറെ നാളുകൾക്ക് ശേഷം കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9-ൽ താഴെയായി. ഇന്നലെ 67,000-ലധികം സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 5,722 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 8.54%. ഇന്നലെ 6,860 പേർ രോഗമുക്തി നേടി. 68,229 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ലോകത്താകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5,72 ലക്ഷം കടന്നു. 13,65,000-ലധികം പേർ ഇതുവരെ കോവിഡ് മൂലം മരിച്ചു. 3,97,00,000-ലേറെ പേർ രോഗമുക്തരായി. ഏറ്റവുമധികം രോഗബാധിതരുള്ള അമേരിക്കയിൽ 1,61,00,000-ലേറെ പേർ ചികിത്സയിലുണ്ട്. ഏതാനും മാസങ്ങൾക്കകം രാജ്യത്തെ ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ. വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാണെന്ന് ഫിക്കിയുടെ വെർച്വൽ പരിപാടിയിൽ സംസാരിക്കവെ അദ്ദേഹം പറഞ്ഞു. കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ആദ്യം വാക്സിൻ നൽകുക. തുടർന്ന് 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ ലഭ്യമാക്കും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ നിശ്ചയിച്ച സമയക്രമമനുസരിച്ചാണ് പരിശോധന. മുനിസിപ്പാലിറ്റി, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അതത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ ഓഫീസിലും ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും അതത് ജില്ലാ ആസ്ഥാനത്തുമാണ് നടക്കുന്നത്. 23-ാം തീയതിയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. അടുത്ത മാസം 8, 10, 14 തീയതികളിൽ വോട്ടെടുപ്പും 16-ന് വോട്ടെണ്ണലും നടക്കും. ബിജെപി സംസ്ഥാന ഭാരവാഹികളുടെ യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളാണ് യോഗം ചർച്ച ചെയ്യുകയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിൽ അഭിപ്രായ ഭിന്നതകളില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 7ാം സീസണിന് ഇന്ന് ഗോവയിൽ തുടക്കം. രാത്രി 7:30-ന് ബംബോലിം സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാനും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഇത്തവണ 11 ടീമുകളാണ് മത്സരരംഗത്തുള്ളത്. ഫൈനലും സെമിയും ഉൾപ്പെടെ ലീഗിലാകെ 115 മത്സരങ്ങളുണ്ടാകും. ഗോവയിലെ 3 വേദികളിൽ കാണികൾക്ക് പ്രവേശനമില്ലാതെയാണ് എല്ലാ മത്സരങ്ങളും നടക്കുക. ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരുന്ന വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ 2023 ഫെബ്രുവരിയിലേക്ക് നീട്ടിവച്ചതായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സമിതി. അടുത്ത വർഷം നവംബറിൽ മത്സരങ്ങൾ നടത്താനാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കോമൺവെൽത്ത് ഗെയിംസ്, വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് തുടങ്ങിയവ 2022-ൽ നടക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 2023 ഫെബ്രുവരി 9 മുതൽ 26 വരെ 2020 വനിതാ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുമെന്ന് സമിതി അറിയിച്ചു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയിലേക്കുള്ള സംഭാവനകളിൽ കുറവുണ്ടായതായ മാധ്യമ റിപ്പോർട്ടുകൾ EPFO തള്ളി. ഇത് സംബന്ധിച്ച വാർത്തകളിലെ വിവരങ്ങൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് EPFO അറിയിച്ചതായി തൊഴിൽ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടിലെ കണക്കുകൾ ഔദ്യോഗിക കണക്കുകളിൽ നിന്നും വ്യത്യസ്തമാണെന്നും സ്ഥാപനം വ്യക്തമാക്കിയതായി മന്ത്രാലയം അറിയിച്ചു. നാളെ നടക്കുന്ന പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാല 8ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കും. ജലസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മികവിന്റെ കേന്ദ്രം, മോണോക്രിസ്റ്റലൈൻ സോളാർ ഫോട്ടോ വോൾട്ടായിക് പാനൽ ഉൽപാദന യൂണിറ്റ് എന്നിവയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കൂടാതെ പണ്ഡിറ്റ് ദീൻദയാൽ പെട്രോളിയം സർവകലാശാലയിലെ കായിക സമുച്ചയവും അത്യാധുനിക ഗവേഷണ കേന്ദ്രവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഭൂട്ടാനിൽ റുപേ കാർഡ് പദ്ധതിയുടെ 2ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിങ്ങും ചേർന്ന് നിർവഹിച്ചു. ഇതോടെ ഇന്ത്യയിലെ റുപേ ശൃംഖല ഉപയോഗപ്പെടുത്താൻ ഭൂട്ടാൻ പൌരന്മാർക്ക് സാധിക്കും. ഇന്ത്യ സന്ദർശിക്കുന്ന ഭൂട്ടാൻ പൌരന്മാർക്ക് സന്ദർശനവേളയിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും. റെയിൽവേ ബോർഡിന്റെ വിവിധ ഡയറക്ടറേറ്റുകളുടെ പ്രവർത്തനം കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അവലോകനം ചെയ്തു. സാധാരണക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിനും കച്ചവട ആവശ്യങ്ങൾക്കുള്ള ചരക്ക് ഗതാഗത സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മെച്ചപ്പെട്ട നിരീക്ഷണ സംവിധാനങ്ങളും പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്താൽ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യ വികസനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 15ാമത് G20 ഉച്ചകോടി നാളെയും മറ്റന്നാളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കുറഞ്ഞ ചെലവിൽ പ്രാഥമികാരോഗ്യ ചികിത്സ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രങ്ങൾ രാജ്യത്ത് 50,000 കടന്നു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 93.6%. കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് 8.54% കുറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വിവിധ സ്ഥലങ്ങളിൽ പുരോഗമിക്കുന്നു. ISL ഫുട്ബോൾ 7ാം സീസണ് ഇന്ന് ഗോവയിൽ തുടക്കം. രാത്രി 7:30-ന് കേരള ബ്ലാസ്റ്റേഴ്സും ATK മോഹൻ ബഗാനും തമ്മിൽ ഉദ്ഘാടന മത്സരം. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.